കൈപ്പറ്റി ആ ഒരു മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ കഷ്ടത പ്രതീക്ഷ നൽകിയ ഒരു സന്ദർഭമായിരുന്നു. കാരണം നീതിയില്ല, സഭയും ഇടവകയും പരിശുദ്ധ കാതോലിക്ക തിരുമേനിയോടും അഭ്യർത്ഥന സേവകർക്ക് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അത് വാക്കുകൾക്കപ്പുറമാണ്. കാരണം മലങ്കര സഭയുടെ മഹായിടയൻ ആദ്യമായിട്ടാണ് ഒരു ഉപവാസ സമരം ഈ കാര്യത്തിൽ അനുഷ്ഠിക്കുന്നത്. പരിശുദ്ധ കാതോലിക്ക തിരുമേനിയോടുള്ള സഭയുടെ അതുപോലെ ഈ ഇടവകയുടെ കൂടി വന്നിരിക്കുന്ന ഏവരുടെയും നാമത്തിലുള്ള നന്ദി പ്രഭാതത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഈ ഭദ്രാസനത്തെ വളരെ ഭംഗിയായിട്ട് നയിച്ചു വരുന്നു. ഏറെ പ്രയാസങ്ങളിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ഭദ്രാസനത്തിലെ അഭിനന്ദനത്തിലെ നേതൃത്വം ഏറ്റവും അനുഗ്രഹമാണ്. ഈ ഉപവാസ സമരത്തില് പരിശുദ്ധ കാതോലിക്ക തിരുമേനിയോടൊപ്പം ഈ 8 ദിവസവും ഈ സഹന സമരം നമ്മുടെ ഭദ്രാസനത്തിന്റെ തിരുമേനിയോടുള്ള ഇടവകയുടെ സഭയുടെ കൂടിവന്നിരിക്കുന്ന ഏവരുടെ നാമത്തിലുള്ള ഈ 8 ദിവസവും സഭ മുഴുവനായിട്ട് ഇതിൽ പങ്കുചേർന്നു. സഭയുടെ ഒരു വലിയ പ്രശ്നമായിട്ട് ഇതിനെ ഏറ്റെടുത്തു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പിതാക്കന്മാരും ഈ സഹന സമരത്തില് പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അവരുടെ ഭദ്രാസനത്തിന്റെ മുഴുവനായിട്ടുള്ള സഹകരണം കൊണ്ട് പങ്കുചേർന്നു. കാരണം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഓർത്തഡോക്സ് സമൂഹം മുഴുവനായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ഇതിന് മുഴുവൻ കാരണമായിരിക്കുന്നത് ഈ അഭിമന്യ പിതാക്കന്മാരാണ്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഒറ്റ വാക്കിൽ ഈ സമയം രേഖപ്പെടുത്തുകയാണ്. വൈദ്യുതി ജോൺസ് എബ്രഹാം തോനാട്ട് അച്ഛനും ഡോക്ടർ ജോർജ് ജോസഫും അവരുടെ ഈ ഒരു ഉപവാസ സമരത്തെയും ചർച്ചകളും മറ്റു കാര്യങ്ങളുമായി ഓടി നടക്കുകയും അതുപോലെ തന്നെ ചാനലുകൾ പ്രത്യക്ഷപ്പെട്ട് സഭയുടെ നിലപാടുകളെ വളരെ ഭംഗിയായി ഡോക്ടർ ജോർജ് ജോസഫ് ഈ പ്രാവശ്യം പിൻനിരയിൽ നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ അൽമായ ട്രസ്റ്റി MG ജോർജ് മുത്തൂറ്റ് സാറും ഈ 3 പേരുടെ സേവനം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഇത് വിജയത്തിലേക്ക് എത്തിച്ചതിന്റെ ആ ഒരു സംശയമില്ല. ഈ 3 പേരോടുള്ള ഇടവകയുടെ സഭയുടെ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബാബായുടെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് മുഴുവൻ സമയം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ സഭാവിശ്വാസികളുടെ തടുത്തു നിൽക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ഇപ്പോഴും അവർ മടങ്ങി പോകാതെ നിൽക്കുന്നത് കാണുമ്പോൾ മലങ്കര സഭയുടെ ഭാവി ഈ മക്കളുടെ എല്ലാവരോടുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അഭിമന്യ പിതാക്കന്മാരെ ശുശ്രൂഷിച്ച ഡോക്ടേഴ്സ് അവരോടുള്ള പ്രത്യേകമായിട്ട് അവരെല്ലാ സമയവും വന്ന് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള് ആ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ശ്രീകുമാർ സാറ് അദ്ദേഹത്തിന്റെ ഏറെ ഡെഡിക്കേഷനുള്ള ഒരു അഡ്വക്കേറ്റായിട്ട് ഞങ്ങൾ അനുഭവപ്പെട്ടു. യാതൊരു അതുകൊണ്ട് ഈ വലിയ നേതൃത്വം ഈ കേസിന്റെ വിജയത്തിന് കാരണമായി സാറിനോടും ടീമിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഒരുപാട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മാധ്യമ പ്രവർത്തകര് ഇത് ആരംഭം മുതൽ ഇത് യഥാർത്ഥത്തിൽ ഇതിനൊരു ചലനം ഉണ്ടാക്കിയത് ഇത് ഭംഗിയായിട്ട് ഈ ന്യൂസുകളൊക്കെ കൈകാര്യം ചെയ്ത് ആളുകളുടെ മധ്യത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. വിഷ്വൽ ഓഡിയോ മീഡിയാസിനെ പ്രത്യേകമായിട്ട് ഈ സമയം ഞാൻ ഓർക്കുന്നു. എല്ലാ ചാനലുകാരോടും
അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മുൻ MLA ശ്രീമതി ശോഭന ജോർജ് ആദ്യം മുതൽ അവസാനം എല്ലാ ദിവസവും ഇവിടെ കടന്നു വരികയും ഈ കാര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നേതൃത്വവും നൽകി അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ സമയം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അവസാന DYSP സർക്കിൾ ഇൻസ്പെക്ടർമാര്, SI-മാര്, പോലീസ് ഉദ്യോഗസ്ഥര് ഈ ദിവസങ്ങളിൽ അവർ ഏറെ ക്ലേശം അനുഭവിച്ചു ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട്. അവരോടുള്ള നമ്മുടെ നന്ദി നിസ്സീമമാണ്. ഈ പ്രതിസന്ധികളിലൊന്നും ഉൾപ്പെട്ടവരല്ല, എങ്കിൽ പോലും അവര് ഇവിടെ കടന്നു വരേണ്ടത് ആവശ്യമായിരുന്നു. വളരെ ക്ഷമയോടുകൂടി അവർ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അവരെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുക. ഒരു വ്യക്തിത്വമാണ് നമ്മുടെ റൂറൽ എസ്റ്റേറ്റ് ഹർഷിത അട്ടല്ലൂരി. ഈ കാര്യങ്ങളിൽ അവരുടെ ഉപദേശങ്ങളെ നേതൃത്വങ്ങളെ നമുക്ക് ഏറെ സഹായകരമായി വിവിധ ഗവൺമെന്റുകളിലെ സിസ്റ്റേഴ്സ് സഹായകരമാക്കി. കാരണം ഇത് ഒരു ആരാധനയുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നതെന്ന് അത് ആ ഒരു രീതിയിൽ ആക്കി തീർക്കുന്നപ്പോൾ അവരുടെ സാന്നിധ്യം സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കേസുകളെ കൈകാര്യം പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ സമയം കേസ് നടത്തിയവരെ കുറിച്ച് പ്രത്യേകിച്ച് അസിസ്റ്റന്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ വലിയ ബാബ ഇവിടെ കടന്നു വന്നത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ തന്നു നിൽക്കുകയാണ്. കാരണം ഇതിനെ ഈ ഒരു സഹന സമരം മുന്നോട്ട് പോകുമ്പോൾ ബാബയുടെ ആ ഒരു സാന്നിധ്യം ഏറെ ശക്തി പകർന്ന ഒന്നാണ്. പരിശുദ്ധ ബാബയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ബാബ തിരുമേനിയുടെ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. സെക്രട്ടറി അതുപോലെ തന്നെ വൈദ്യുതി സെമിനാരി അധ്യാപകരൊക്കെയും വിവിധ ബാബയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രേഖപ്പെടുത്തുന്നു. തിരുമേനി അതുപോലെ തിരുമേനി പൊളികാർക്കോസ് തിരുമേനി ഇവരൊക്കെയും ആയിരുന്നു. ഈ സമിതി ആണ് ഈ ഉപവാസ സമരത്തിലെ പ്രോഗ്രാമുകളൊക്കെ ഈ സമയം നമ്മൾ പറയുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഈ ഉപവാസ സമരം വിജയിക്കുന്നതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ പ്രാർത്ഥന